ബ്രിട്ടീഷ് കേരളി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈയിടെയായി നാട്ടിൽ നിന്നും സ്റ്റുഡൻറ് വിസയിലും മറ്റും ഒരുപാട് ആളുകൾ ദിനം പ്രതി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സ്റ്റുഡൻറ് വിസ എന്ന് പറയുമ്പോൾ നമ്മൾ കരുതും ഒരു 18നും 25 വയസ്സിനും ഇടയ്ക്കുള്ള ആളുകളാണെന്നാണ് നമ്മൾ കരുതുക. എന്നാൽ അങ്ങനെയല്ല. ഇന്ന് വരുന്നവരിൽ മുതിർന്ന പ്രായക്കാരും കല്യാണം കഴിച്ചവരും കുട്ടികളും അങ്ങനെ പലതരത്തിലുള്ള ആളുകളാണ് നമ്മൾ കാണുന്നത്. ഇവരുടെ ഒക്കെ ഉദ്ദേശം UK വരിക, ഒരു ഡിഗ്രി എടുക്കുക, അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് എടുക്കുക, തിരിച്ചു പോകുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമല്ല എല്ലാവരും വരുന്നത്. മറിച്ച് ഇവിടെ പറ്റുകയാണെങ്കിൽ ഒരു വർക്ക് പെർമിറ്റ് സംഘടിപ്പിക്കുക, PR സംഘടിപ്പിക്കുക, പിന്നെ ഇവിടെ സെറ്റിൽ ഡൗൺ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എല്ലാവരും ഇവിടേക്ക് വരുന്നത്. കൂടാതെ ഒരുപാട് ആളുകൾ ഇനിയും UK വരാൻ വേണ്ടി നാട്ടിൽ തയ്യാറായി നിൽക്കുന്നവരുണ്ട്. ഇവർക്കെല്ലാം ഒരുപാട് സംശയങ്ങളുമുണ്ട്. UK വന്നാൽ അവിടുത്തെ ജീവിത രീതികൾ എങ്ങനെയായിരിക്കും, അവിടെ ഒരുപാട് ടാക്സ് കൊടുക്കണമെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അറിയാൻ അവർക്കെല്ലാം താല്പര്യമുണ്ട്. ഈ വിഷയത്തെ പറ്റി ഇന്നിവിടെ ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം ചേരുന്നത് സഹീർ വളപ്പിലാണ്. അദ്ദേഹം ബൈ പ്രൊഫഷൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. കൂടാതെ UK മലയാളി കമ്മ്യൂണിറ്റിയിൽ നിറസാന്നിധ്യമാണ്. MMCWA എന്ന സംഘടനയിലെ ഒരു സജീവ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. സഹീർ, വെൽക്കം ടു ബ്രിട്ടീഷ് കേരളി. താങ്ക് യു മുഹമ്മദ്. UK മലയാളി കുടുംബങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചുള്ള താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ മലയാളികൾ എപ്പോഴും നമ്മളുടെ ആ ഒരു ട്രഡീഷണൽ വേ ഓഫ് തിങ്കിങ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളെപ്പോഴും ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികൾ കേരളവുമായുള്ള ആ ബന്ധം വിടാതെ മുന്നോട്ട് പോകണമെന്നാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഒരു സോഷ്യലൈസിങ് ഇവൻറ്റ്സ് റെഗുലറായിട്ട് നടത്തുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റായി കാണുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ മലയാളികൾ. ഓക്കെ. അപ്പം കുട്ടികൾക്ക് നമ്മളുടെ കേരളവുമായുള്ള ബന്ധം വിടാതെ എല്ലാ വർഷവും നമ്മുടെ നാട്ടിലുള്ള ബന്ധുക്കളെയും അവരുടെ കസിൻസിനെയൊക്കെ കാണിച്ചു കൊടുത്ത് അവരുമായി ഇൻ്ററാക്ഷൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിയാണ് നമ്മൾ അവലംബിക്കുന്നത് മലയാളികൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾ എപ്പോഴും ആ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് വിടാതെ പിന്തുടരുന്നു എന്നാണ് ഇപ്പോഴത്തെ ജനറേഷനെ നോക്കി എനിക്ക് പറയാൻ പറ്റുന്നത്. ഐ ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ഇറ്റ് മേ ചേഞ്ച്. പക്ഷേ അറ്റ് ദ മൊമെൻറ്റ് ഐ തിങ്ക് വി ആർ കീപ്പിംഗ് ദം അണ്ടർ അവർ കൈൻഡ് ഓഫ് ട്രഡീഷൻസ്, കൈൻഡ് ഓഫ് തിങ്കിങ്. മീൻ ഓഫ് കോഴ്സ് ദർ വിൽ ബി കുട്ടികൾ ഇത് പറയുകയാണെങ്കിൽ ഇവിടെ വളരുന്ന കുട്ടികൾ എന്തായാലും ഓഫ് കോഴ്സ് they will have to go out and meet their friends and the classmates and all. They had to interact with other communities. Of course, yeah. And we had to encourage that also. We can't just close that door. Also well behaved ആണ് നമ്മുടെ കുട്ടികളൊക്കെ. Majority of them, I don't know of anyone who is gone astray to wrong path or something. എല്ലാവരും നല്ല അത് നമ്മുടെ വീട്ടിലുള്ള ആ ഒരു ഫാമിലി അറ്റാച്ച്മെന്റ് കൊണ്ടാണ് അത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അതിനെ പറ്റി. താങ്ക് യു ജയേട്ട. അടുത്തതായി ഇനി താങ്കളുടെ പ്രൊഫഷനിലേക്കാണ് വരുന്നത്. UK ടാക്സിനെ പറ്റി എന്താണ് അഭിപ്രായം? കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടോ? UK മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിസ്റ്റം, സോഷ്യൽ സിസ്റ്റം ഉള്ളൊരു കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ UK ഈസ് എ വെരി അട്രാക്റ്റീവ് ടാർഗറ്റ് ഫോർ മെനി ഇമിഗ്രൻസ്. UK ടാക്സ് ഓഫ് കോഴ്സ് വളരെ കൂടുതൽ തന്നെയാണ്. പക്ഷേ ഇവിടെ ആ ഒരു സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം നോക്കുമ്പോൾ ദേ നീഡ് ദാറ്റ് ടാക്സ് ടു മീറ്റ് ദോസ് സോഷ്യൽ റിക്വയർമെൻറ്റ്സ്. അപ്പം ഇവിടുത്തെ ഒരു കാഴ്ചപ്പാട് നമ്മളെല്ലാവരും ഇവിടെ വരുന്ന എല്ലാവരുടെയും UK ഗവൺമെൻറ്റിൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന എല്ലാവരും ദേ ഹാവ് ടു കോൺട്രിബ്യൂട്ട് സംതിങ് ടു ദ സൊസൈറ്റി എന്നാണ്. അതാണ് അവരെല്ലാവരെയും വളരെ കൈനീട്ടി സ്വീകരിക്കുന്നതിൻ്റെ കാരണം. അതുകൊണ്ട് അതിൽ നിന്നുള്ള ടാക്സ് ഇൻകം റവന്യൂ വിൽ ഇൻക്രീസ് എന്നാണ്. അപ്പം ഇവിടെ ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ടാക്സ് ഇപ്പം വി ഹാവ് ടു പേ up to 12,500 per year. there is no tax. അതിന് മുകളിൽ 20% up to 50,000. സോ ജനറലി കൂടുതലല്ല ആ ഒരു എംപ്ലോയീസിന്. പക്ഷേ വെൻ ഇറ്റ് ഗോസ് ടു മോർ ഇൻകം വരുമ്പോഴാണ് ടാക്സും ഇതൊക്കെ കുറച്ചും കൂടി പ്രൊപ്പോർഷനേറ്റ്ലി ഹയർ ആയിട്ട് വരുന്നത്. കാരണം ഇറ്റ് ഈസ് 40% ഓവർ 50,000 സാലറി. ഐ മീൻ സാലറി മാത്രമല്ല എല്ലാ ഇൻകം. അപ്പം അതാണ്
Yes, of course, tax is more, but we have to understand social security system here need that tax. യു കെയിൽ ബിസിനസ് തുടങ്ങുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായിട്ട് ഒരു ബിസിനസ് എവിടെയായാലും ആദ്യം ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ടാണ് ബിസിനസ് തുടങ്ങേണ്ടത്. എന്താണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മാർക്കറ്റ്? ഇസ് ഇറ്റ് ഇ കൊമേഴ്സ്, അല്ല റീറ്റെയിൽ ഷോപ്പാണോ, അല്ല ആർ വി ഡൂയിങ് ഇൻ ഹോൾസെയിൽ, ബിസിനസ് ടു ബിസിനസ്, അതായത് വി ആർ സെല്ലിംഗ് ടു റീറ്റെയിലേഴ്സ്, അല്ലെങ്കിൽ ബിസിനസ് ടു കൺസ്യൂമേഴ്സ് ആണോ? അത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ വി വിൽ ഹാവ് ഓട്ടോമാറ്റിക്കലി വി വിൽ ഹാവ് എ വ്യൂ ഓൺ എത്ര ടേൺ ഓവർ ഉണ്ടാവും എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ടേൺ ഓവർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ we had to compare the cost and what will be our gross profit from that. For example, gross profit is 70,000 pound ആണെങ്കിൽ, and if our fixed cost, rent, salary, business rates, അങ്ങനെയുള്ള നമ്മൾ എത്ര ടേൺ ഓവർ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും പേ ചെയ്യേണ്ട കോസ്റ്റ് ഉണ്ട്, അതാണ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ അത് മീറ്റ് ചെയ്യാനുള്ള പൈസ 70,000 ഉണ്ടാവും, അല്ലെങ്കിൽ കൂടുതലാണോ കുറവാണോ അതിനനുസരിച്ച് നമുക്കൊരു ബ്രേക്ക് ഈവൻ പോയിന്റ് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ആ ബ്രേക്ക് ഈവൻ പോയിന്റ് നമ്മൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ ഫോക്കസ്, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. നമ്മൾ ഈ ഒരു ഫൈനാൻഷ്യൽ ഫോക്കസ് ഉണ്ടാവും. പിന്നെ യു കെയിലുള്ള നിയമം അനുസരിച്ച് ഏത് ബിസിനസ് സെറ്റപ്പാണ് നമുക്ക് നന്നാവുക? സോൾ ട്രേഡർ ആണ്. സോൾ ട്രേഡർ മീൻസ് ഒരാൾ സ്വന്തമായി സെൽഫ് എംപ്ലോയിഡ് ആയിട്ട് ചെയ്യുന്ന ബിസിനസ്സാണ് സോൾ ട്രേഡർ. അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പാണ്. ഇഫ് യു ഹാവ് ഫ്രണ്ട്സ് ടു കം ടുഗദർ, അത് പാർട്ട്ണർഷിപ്പ്. ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി, അതാണ് മോസ്റ്റ് യൂസ്ഡ് ഫോം ഓഫ് ബിസിനസ്. അത് മോസ്റ്റ് യൂസ്ഡ് ഫോം ഓഫ് ബിസിനസ് ആണുള്ള മെയിൻ കാരണം ദ ലയബിലിറ്റി ഓൺ ദ കമ്പനി വിൽ ബി കമ്പനീസ് റെസ്പോൺസിബിലിറ്റി, നോട്ട് ദ ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി. സോൾ ട്രേഡർ ആകുമ്പം യു ആർ പേഴ്സണലി റെസ്പോൺസിബിൾ ഫോർ എനി ലയബിലിറ്റി, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് കമ്പനി ഒരു അട്രാക്റ്റീവ് പ്രൊപ്പോഷൻ ആവുന്നത്. പിന്നെ ടാക്സ് അഡ്വാൻറ്റേജസും ഉണ്ട്, കാരണം കോർപ്പറേഷൻ ടാക്സ് ഈസ് 19%. പിന്നെ കമ്പനീസിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ വി ഫയൽ ഓൺ ദ കമ്പനീസ് ഹൗസ് ഈസ് വിസിബിൾ ടു എവരി വൺ. അപ്പം നമ്മളിപ്പോൾ ഒരു ഡയറക്ടർ ആയി കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും കമ്പനീസ് ഹൗസിൽ പോയിട്ട് നോക്കാം ഇയാൾ എത്ര കമ്പനിയുടെ ഡയറക്ടറാണെന്ന് സെർച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ. സോ ഇറ്റ് ഈസ് എ ട്രാൻസ്പെറൻറ്റ് ഇൻഫർമേഷൻ. അപ്പം അങ്ങനെയുള്ള അതൊക്കെയാണ് ആലോചിച്ചിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുക, ചൂസ് ചെയ്യുക വിച്ച് വൺ വി വാണ്ട് എന്നുള്ളത്. അപ്പം ഏറ്റവും ബെറ്റർ ഞാൻ ഒരു ഫൈനാൻഷ്യൽ പ്രൊഫഷണൽ അഡ്വൈസ് തേടി പോകുക എന്നുള്ളതാണ്. കാരണം ഫൈനാൻഷ്യൽ ഫോക്കസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ക്യാപിറ്റൽ, എത്ര ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. കാരണം ഹൗ മെനി ഇയേഴ്സ് ഇറ്റ് വിൽ ടേക്ക് ടു ഗെറ്റ് എ പ്രോഫിറ്റ് ഫ്രം ദാറ്റ് ബിസിനസ്. ആ ഒരു എന്താ പറയുക ഫ്ലോ, ക്യാഷ് ഫ്ലോ, ഇതൊക്കെ നോക്കിയിട്ട് ബിസിനസ് പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യണം ശരിക്കും ഒരു ബിസിനസ്, മനസ്സിലായില്ലേ? അതാണ് ഒരു ഇതിനെപ്പറ്റി പറയാനുള്ളത്. താങ്ക്സ്. അടുത്ത ചോദ്യം ഇവിടെ പുതുതായിട്ട് വന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. എന്താണ് NI നമ്പർ അഥവാ നാഷണൽ ഇൻഷുറൻസ്? അതിൻ്റെ കൂടെ തന്നെ വാട്ട് ഈസ് ദ മിനിമം വേജസ് ഇൻ UK? ഒരാളുടെ ആവറേജ് സാലറി എത്രയാണ്? ഇതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും. NI നമ്പർ യു കെയിലുള്ള കുട്ടികൾക്ക് 16 വയസ്സാകുമ്പം ഓട്ടോമാറ്റിക്കലി പോസ്റ്റിൽ വരും NI നമ്പർ എന്താണെന്നുള്ളത്. ഇതിവിടെയുള്ള ഒരു വളരെ ക്രൂഷ്യൽ അല്ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ, ടാക്സ് റിലേറ്റഡ് എല്ലാത്തിനും NI നമ്പറാണ് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നോക്കുക. അപ്പോൾ ഇവിടെ പുതുതായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ അവരാദ്യം വന്ന ഉടനെ HMRC അതിൻ്റെ ഒരു കോൺടാക്ട് നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചിട്ട് സെർച്ച് ചെയ്താൽ മതി. ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ ഹൗ ഐ ഗെറ്റ് നാഷണൽ ഇൻഷുറൻസ് നമ്പർ എന്നുള്ളത് ഒരു HMRCൻ്റെ ഒരു ഓഫീസാണ്. അവരെ വിളിച്ച് പറഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്യും. കൗൺസിൽ ഓഫീസിൽ എവിടെയാവും, അവിടെ കൗൺസിൽ ഓഫീസിലാണ് അധികം ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഫോണിലാവാം, അല്ലെങ്കിൽ അവിടെ പോയിട്ട് പേഴ്സണലാവാം. അങ്ങനെ അവർ കുറേ ഡീറ്റെയിൽസ് എടുത്തിട്ടാണ് നമുക്ക് NI നമ്പർ കിട്ടുക. മിനിമം വേജ് യു കെയിൽ ഇപ്പം ഓവർ 23 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് 891 പെർ അവറാണ്, £8.91. ഇത് ഈ 23 ഇയർ ഈ കൊല്ലം മുതലായതാണ്. മുമ്പ് 25 വയസ്സിന് മുകളിലായിരിക്കണം. അപ്പോൾ ഇപ്പോൾ 23 വയസ്സ് മുതൽ നോർമൽ റേറ്റ് കിട്ടാൻ തുടങ്ങി, സ്റ്റാൻഡേർഡ് റേറ്റ്. മുമ്പൊക്കെ 23 വയസ്സുള്ള ആൾക്കാർക്ക് നെക്സ്റ്റ് ലെവലാണ് കിട്ടിയിരുന്നത്. ഇപ്പം നെക്സ്റ്റ് ലെവല് 21 മുതൽ 22 വയസ്സ് വരെയാണ് നെക്സ്റ്റ്. അത് £8.36 സംതിങ് ആണ്. പിന്നെ ഉള്ളത് 18 മുതൽ 20 വയസ്സ് വരെയുള്ള ഒരു റേറ്റ് ഉണ്ട്, £6.36. പിന്നെ അണ്ടർ 18 £4.62. അങ്ങനെയാണ് റേറ്റ്. ആവറേജ് UK ഇൻകം ഒരു 30,400 സംതിങ് ആണ് ഇപ്പോൾ ഉള്ള ഒരു കഴിഞ്ഞ 2020
ഇതിൽ പറഞ്ഞത്, സർവേ ഇതിലുണ്ടായിരുന്നത്. സോ അതാണ് യു കെയിലെ ഒരു ആവറേജ് ഇൻകം എന്ന് പറയുന്നത്. പൊതുവെ നമ്മളൊക്കെ അറിയാം UK കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ ഹൈ ആണെന്ന്. അപ്പം ഈ ഒരു 1% ഇൻകം കൊണ്ട് ഒരു കുടുംബത്തിന് കഴിയാൻ പറ്റുമോ? ഇവിടെ യു കെയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണ്. ആൻഡ് ആവറേജ് ഇൻകം നേരത്തെ പറഞ്ഞ മാതിരി 30,000 പൗണ്ട്, 30,500 പൗണ്ടാണ് പെർ ഇയർ. അതുകൊണ്ട് ഒരു കുടുംബം പോറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ ജനറലി കണ്ടിട്ടുള്ളത് ഒരുവിധ എല്ലാ ഫാമിലീസും ദേ ദംസെൽഫ് തിങ്ക് ദാറ്റ് ബോത്ത് പീപ്പിൾ ഷുഡ് കോൺട്രിബ്യൂട്ട്. അങ്ങനെയാണ് ഇവിടുത്തെ ചിന്താഗതി. നമ്മുടെ മലയാളി ഫാമിലീസിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിൽ ആ കൺസെപ്റ്റ് ഇല്ലെങ്കിലും ഇപ്പോൾ കൂടി വരുന്നുണ്ട് ആ ഒരു ഇത്. മുമ്പൊക്കെ ഹൗസ് വൈഫ് എന്നുള്ള ഇതിൽ നിന്നിരുന്നെങ്കിലും. അപ്പം ഓഫ് കോഴ്സ് 30,000 മാത്രമാണെങ്കിൽ ദേ വിൽ സ്ട്രഗിൾ ടു ഗെറ്റ് എ കംഫർട്ടബിൾ കൈൻഡ് ഓഫ് എ ലിവിങ്. I think for a comfortable living you may need about 45,000-50,000 at least more than 40,000 എന്നുള്ള. അപ്പം ആ ഒരു ഇതിൽ നോക്കുമ്പം it is better both people work unless one person earn a lot of income, more than 50,000 or something, that's fine. UK കുട്ടികളുടെ എഡ്യൂക്കേഷന് എത്ര ചെലവ് വരും? എഡ്യൂക്കേഷൻ്റെ കോസ്റ്റ് 2011 ശേഷം യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് ഭയങ്കരമായിട്ട് കൂടി 3 times. ഇവിടുത്തെ സിസ്റ്റം നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആൻസറായി പറഞ്ഞ പോലെ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം ഇസ് യുണീക്കാണ്. മറ്റുള്ള രാജ്യങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ UK ഇസ് വെരി വെൽ മാനേജ്ഡ്. അപ്പം ഇവിടെ സ്റ്റേറ്റ് സ്കൂൾസ് എഡ്യൂക്കേഷൻ ഈസ് ഫ്രീ up to the age until the age of 18. I mean യൂണിവേഴ്സിറ്റി മുതലാണ് പിന്നെ പൈസ സ്റ്റുഡൻസ് ഇത് വരുന്നുള്ളൂ, ഫീസ് വരുന്നുള്ളൂ. പിന്നെ ക്ലാസ്സസ് ഇവിടെ LKG UKG അങ്ങനെയുള്ളതില്ല. ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ദർ ഈസ് എ നഴ്സറി, നോട്ട് എ വെരി വെയർ ബട്ട് ദർ ഈസ് എ സ്റ്റേറ്റ് റൺ നഴ്സറി സ്കൂൾ ഉണ്ട്. സ്കൂൾ സ്റ്റാർട്ട്സ് ഫ്രം റിസപ്ഷൻ വിച്ച് ഈസ് ഫ്രം year 4, then year 1 to year 11. year 7ലാണ് ഇവിടെ സെക്കൻഡറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ year 8ലാണ്. ആൻഡ് ദാറ്റ് ഗോ അൺടിൽ year 11. നമ്മളവിടെ 8 മുതൽ 10 വരെ ഉള്ളൂ ഹൈസ്കൂൾ. ഇവിടെ year 7 to year 11 ആണ് ഹൈസ്കൂൾ. year 11ലാണ് ഈ സ്കൂൾ ലീവിങ്, അതായത് GCSE എന്ന് പറയും ഇവിടെ. GCSE year 10 and 11 2 കൊല്ലമായിട്ടാണ് എക്സാം നടക്കുക. GCSE അതാണ് ഫൈനൽ സ്കൂൾ എക്സാം, നമ്മുടെ അവിടുത്തെ SSLC ഇക്വാലന്റ് നാട്ടിൽ. അപ്പോൾ അത് year 11. പിന്നെ year 12 and 13 ഈസ് കോൾഡ് A level. ഓക്കെ, അത് നമ്മളെ +1 and +2 നാട്ടിലുള്ള ഓർ ഹയർ സെക്കൻഡറി. സോ year 12 and year 13 അത് കഴിഞ്ഞാൽ സ്കൂൾ എഡ്യൂക്കേഷൻ ഫിനിഷ്. പിന്നെ യൂണിവേഴ്സിറ്റി അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡീസാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഈസ് ഓൾസോ ദെയർ. അതാണ് ഇവിടുത്തെ സെറ്റപ്പ്. UK വരാൻ ആളുകൾ അമിതമായി ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം UK വളരെ ടോളറൻ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സോഷ്യൽ സിസ്റ്റം, ഇവിടുത്തെ സോഷ്യൽ സിസ്റ്റം അനുസരിച്ച് എവരിബഡി ഈസ് ഈക്വൽ എന്നുള്ളത്. എല്ലാവർക്കും ഒരു ലെവൽ ഓഫ് ഇൻകം ഗവൺമെൻറ് മേക്ക് ഷുവർ ആക്കും. ഇഫ് യുവർ ഇൻകം സാലറി ഏൺ ചെയ്യുന്ന ഇൻകം സാലറി ലോ ആണെങ്കിൽ they will make sure they top up. I think it's about up to 25,000, or that is the government thinking. One person should have at least 25,000, one family 25,000-30,000, that range. അപ്പം if you are earning low, there are some benefit system. അത് ഇവിടെ ഉള്ള എല്ലാവർക്കും അവൈലബിൾ ആണ്. വെദർ യു വർക്ക് ഓർ നോട്ട്, യു പേ ടാക്സ് ഓർ നോട്ട്, അതൊന്നും കൺസിഡർ അല്ല. ഇവിടുത്തെ റെസിഡൻ്റ് ആണെങ്കിൽ യു ആർ എലിജിബിൾ ഫോർ ഇറ്റ്. സോ ഇവിടെ UK എത്തിപ്പെടാനുള്ള ഒരു പ്രധാന കാരണം അതാണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. പിന്നെ ഇവിടെ ഒരു ഡെവലപ്ഡ് കൺട്രി എന്നുള്ള നിലയിൽ UK ഈസ് വെരി വെൽ പ്ലേസ്ഡ് ആണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ കൊണ്ടാണ് ഈ മൈഗ്രേഷൻ കൂടാൻ കാരണം. ആൾക്കാർ പക്ഷെ നോർമലി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ജോബും ഒരു പ്രൊഡക്റ്റീവ് കമ്മ്യൂണിറ്റിയാണ്, നോട്ട് അതർവൈസ്. മനസ്സിലായില്ലേ? ഇവിടെ ഒരു ടാക്സ് ഒക്കെ പേ ചെയ്ത് ജീവിക്കുക എന്നുള്ളതിൽ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നത്. ദേ ആർ നോട്ട് ലുക്കിംഗ് ഫോർ എൻ ഈസി വേ ഓഫ് എനിത്തിങ്. അപ്പം പക്ഷേ വന്ന് നല്ലൊരു ഡെവലപ്ഡ് കൺട്രിയിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റീസൊക്കെ ഉള്ളൊരു നാട്ടിൽ ജീവിക്കുക ഇന്നത്തെ കാലത്ത് എല്ലാവരും നോക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതാണല്ലോ. സെക്യൂർ ആയിട്ടുള്ള കൺട്രി,
എപ്പോൾ വേണമെങ്കിലും യാത്ര ചെയ്യാം, മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതന്നെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു അട്രാക്റ്റീവ് പോയിന്റ്സ് ഇവിടെ വരാനുള്ളത്. താങ്ക് യു. അവസാനമായി ഒരു ചോദ്യം കൂടി. ഇപ്പോൾ യു കെയിലെ ഏറ്റവും വലിയ ആഘോഷമായ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ വരാനിരിക്കുകയാണ്. ഈയിടെയായി നമ്മളൊക്കെ വായിച്ചതാണ് ഇവിടെ ഡ്രൈവേഴ്സ് ഷോർട്ടേജും ഫ്യൂൽ ഷോർട്ടേജ്, ഗ്രോസറി ഷോർട്ടേജ്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് യു കെക്ക് സാമ്പത്തികമായ എന്തെങ്കിലും എഫക്റ്റ് സംഭവിക്കുമോ? എന്താണ് അതിനെപ്പറ്റി നിങ്ങളുടെ ഒരു അഭിപ്രായം? ഇത് നമ്മൾ നേരത്തെ ഇപ്പോൾ സംസാരിച്ച ഓഫീസിൽ, പബ്ലിക് ഓഫീസിൽ ആൾക്കാർ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടിയാണ്. ഈ ഡ്രൈവേഴ്സിൻ്റെ ഷോർട്ടേജിന് മെയിൻ കാരണമായി പറയുന്നത് ഈ ലൈസൻസ് പേപ്പർ വർക്ക്സ്, അവരെ ഇയർലി റിന്യൂവൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെയൊക്കെ പേപ്പർ വർക്ക്സ് ഡിലേ വരുന്നതുകൊണ്ടുള്ളതാണ് അതിന് മെയിൻ ഒരു കാരണമായിട്ട് പറയുന്നത്. പിന്നെ ഡ്രൈവേഴ്സ് തിരിച്ച് ഇവിടെ യൂറോപ്യൻ ഡ്രൈവേഴ്സ് കുറേ ആൾ തിരിച്ചു പോയതിൻ്റെ എഫക്റ്റും കൂടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഗവൺമെൻറ് മാക്സിമം അവരുടെ ഭാഗത്ത് ട്രൈ ചെയ്യുന്നത് ഈ പേപ്പർ വർക്ക് ഡിലേ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് വൺ ഓഫ് ദ റീസൺ ഈ സ്റ്റാഫിനെ, പബ്ലിക് സർവീസ് സ്റ്റാഫിനൊക്കെ തിരിച്ച് ഓഫീസിൽ വരണം എന്നുള്ളൊരു ഇത് വരാൻ കാരണം. ക്രിസ്മസ് ഇതുകൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ള ഒരു സംസാരമുണ്ടെങ്കിലും ഗവൺമെൻറ് അത് ഇല്ലാണ്ടാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. വിസ, കുറേ ഓവർസീസ് ഡ്രൈവേഴ്സിനുള്ള വിസ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഒരു മിനിസ്റ്റർ സംസാരിച്ചത് 4 ഡേയ്സിനുള്ളിൽ ഡ്രൈവിംഗ് ലൈസൻസ് റിക്വയർമെൻറ്റ്സ് ഹെവി ഡ്രൈവേഴ്സിനുള്ള, ട്രക്ക് ഡ്രൈവേഴ്സിനുള്ള ലൈസൻസിങ് പേപ്പർ വർക്ക്സ് ഒക്കെ മൂവ് ചെയ്ത് പാസ് ചെയ്ത് വരുന്നൊരു സിസ്റ്റം സെറ്റപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഈ ആഴ്ചയോടെ. അപ്പം ദാറ്റ് മീൻസ് ആ ഡിലേ കംപ്ലീറ്റ് ഒഴിവായി കിട്ടും. പിന്നെ കൂടുതൽ ഡ്രൈവേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള മോർ സാലറി കൊടുത്തിട്ടോ അതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നത് ഈ അത്ര ഇമ്പാക്റ്റ് ഉണ്ടാവില്ല എന്നാണ്. ആൾക്കാർ വെറുതെ കുറേ പാനിക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഐ തിങ്ക് ബൈ ക്രിസ്മസ് ദർ വുഡൻ ബി ഇതിൻ്റെ ഒരു ചെറിയൊരു ഇമ്പാക്റ്റ് ഇപ്പോൾ അതിൻ്റെ ഡിലേൻ്റെത് ഉണ്ടാവുമെങ്കിലും ജനറലി ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് വിൽ ഡു സംതിങ് ടു എൻഷുർ സ്മൂത്ത് സപ്ലൈ ഓഫ് പ്രൊഡക്ട്സ്. താങ്ക് യു ദീർഘ. താങ്ക് യു വെരി മച്ച് ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. സന്തോഷം. താങ്ക് യു.